അമ്മ കാലയിൽ എത്ര മണിക്ക് വരുവേ? ഓക്കെ, ഇത് ഒരു കെട്ട് തന്നെ വില. ഇത് മാവിൻ്റെ ഇലയാണ്. ഇതിന് ഇതേ ഒരു ചെറിയ കെട്ടിന് നമ്മൾ ഇത് തന്നെ റേറ്റ് എടുക്കും. എന്തൊക്കെ അണ്ണാ ഒരു ദിവസം എവ്വളോ കിടക്കും? പ്രിയമുള്ളവരെ, നമ്മൾ ഈ അതിരാവിലെ തണുപ്പത്ത്, അതായത് ഇപ്പൊ സമയം 4 മണി കഴിഞ്ഞു, ഈ സമയത്ത് ഈ NH വഴി ഒരു യാത്ര പോവുകയാണ്. ഒരു ചായയൊക്കെ കുടിച്ച് മെല്ലെ നമ്മളൊരു യാത്ര പോവുകയാണ്. നമ്മൾ പോകുന്നത് നമ്മുടെ ബൈക്കിൽ തന്നെയാണ് യാത്ര. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്ന യാത്രയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. സത്യം പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ് ഐഡിയ കൂടി ഈ യാത്രയിൽ നിന്ന് കിട്ടുമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു യാത്ര, അത് എങ്ങോട്ടാണ് എന്താണെന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. നമ്മളിപ്പോൾ ഉള്ളത് കോയമ്പത്തൂരിലെ പൂ മാർക്കറ്റിലാണ്. ഈ പൂ മാർക്കറ്റിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിലുള്ളത്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും നമ്മൾ വെറുതെ കളയുന്ന പല സാധനങ്ങളും ഇവിടെ നല്ല മാർക്കറ്റ് ഉണ്ട്, അതുകൂടി നിങ്ങൾ കാണുക. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവൻ കാണുക, എങ്കിൽ മാത്രം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. തുളസി കൊണ്ടുവരും അല്ലേ? അത് എങ്ങനെ അവിടെ കൃഷി വ്യവസായം தெரியுங்களா? விவசாயம் இல்லைங்க, நாங்கள் தோட்டமாக பிடிச்சிட்டு வந்து காட்டிலேருந்து கொண்டு வந்து விற்கிறது வரோம். அல்லது நீங்கள் விவசாயம் செல்ற காட்டிலேருந்து பறித்து வந்து விற்கும். டெய்லி கிடைக்குமா? டெய்லி கிடைக்கும். எங்கே, எந்த காடுலேருந்து? മധുക്കരയിൽ. ഓ, ഇതിവിടെയുള്ള ഒരു ഹോൾസെയിൽ സ്റ്റോറാണ് കേട്ടോ. ഇവിടെ ഈ കയറുകൾ ഇങ്ങനെ തൂക്കിയിട്ടില്ലേ, ഈ കയറുകളിലാണ് പിന്നീട് മാലകളായിട്ട് മാറുക. നമ്മൾ വലിയ കല്യാണ മാലകൾ, അതുപോലെ വലിയ ഷോപ്പുകളുടെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ നീളത്തിൽ തൂക്കിയിടുന്ന മാലകളൊക്കെ ഇങ്ങനെയാണ് ആദ്യം നിർമ്മിച്ചെടുക്കുന്നത്. ഇവിടെ ശരിക്കും ബിസിനസ് എങ്ങനെയാണ് നടക്കുന്നത് വെച്ചാൽ, ഈ ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് പൂക്കൾ വാങ്ങിച്ചിട്ട് ചെറുകിട കച്ചവടക്കാർ കൊണ്ടുപോയി അവരുടെ നാട്ടിലുള്ള ചെറിയ ചെറിയ ഷോപ്പുകളിൽ വിൽക്കുക ചെയ്യുക. അല്ലെങ്കിൽ അവർ ഷോപ്പുകാർ നേരിട്ട് വന്ന് ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പോകും. അതായത് ഇതുപോലെയൊക്കെ. അപ്പം ഇത് ഈ കാണുന്നത് ഒരു സേലത്ത് നിന്ന് വന്ന ഒരു ലോഡാണ്. അപ്പം ഇവിടെ എങ്ങനെ വെച്ചാൽ ഒരു ഭാഗത്ത് നിന്ന് വരുന്നതിൽ പ്രധാനമായിട്ട് ഒരു ഇനമായിരിക്കും ഉണ്ടാകുക. ഇപ്പം നമ്മൾ ചെണ്ടുമല്ലി ആണെങ്കിൽ ഇപ്പോൾ ഗുണ്ടൽപേട്ട്, അങ്ങ് കർണാടക ആ ഭാഗത്തു നിന്ന്, അതുപോലെ മറ്റേ റോസ് ആണെങ്കിൽ സേലം, അങ്ങനെ പല ഏരിയയിലും പല തരത്തിലുള്ളതാണ് ഉണ്ടാകുക. നമ്മുടെ നാട്ടിൽ തന്നെ കണ്ടിട്ടില്ലേ, ഒരു ഇപ്പം എന്താ പറയുക, വാഴ കൃഷി ഒരു ഏരിയയിലായിരിക്കും കൂടുതലുള്ളത്, അതുപോലെ കുരുമുളക് ഒരു ഏരിയയിലായിരിക്കും. ഇതുപോലെ തന്നെ ഈ പൂക്കളിലെ വിവിധ പൂക്കളും പല ഏരിയകളിൽ നിന്നാണ് വരിക. മാർക്കറ്റ് ഏർലി മോർണിംഗ് ഓപ്പൺ ആവും അല്ലേ? മൊത്തത്തില് 4 மணிக்கு ஓப்பன் ஆகும் காலையில். ஓகே ஓகே ஓகே. நீங்கள் எல்லாம் இந்த பக்கத்து ஊர் தானே? வீடு பக்கத்து ஊருக்கு தான். ஓகே ஓகே. எத்தனை வருஷம் இந்த வேலை இருக்குது? 20 years. 20 വർഷം ഇതേ വേല தான். ഇതിപ്പോൾ കോർപ്പറേഷൻ്റെ സ്ഥലമാണെങ്കിൽ കൂടിയും ഇവർ പാരമ്പര്യമായിട്ട് ഇവർ തന്നെയാണ് നടത്തി വരുന്നത്. അപ്പോൾ ഇവർ കരാറെടുക്കുന്നത്, ഇങ്ങനെ ഓരോ പോർഷൻ ഇവർ കരാറെടുക്കും. ഇതൊക്കെ ഓരോ ഷോപ്പുകളാണ് കേട്ടോ. ഇങ്ങനെ ഓരോ പോർഷൻ കരാറെടുത്തിട്ട് അവിടെ സ്റ്റോക്ക് ഇറക്കിയിട്ട് ഇവർക്ക് ബിസിനസ് ചെയ്യണം. അപ്പോൾ മൊബൈൽ വഴിയും ബിസിനസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഓൺലൈനായിട്ടും ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇവർ ആവശ്യക്കാർക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കൊറിയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അല്ലാതെ നേരിട്ട് ഷോപ്പുകാർ വന്ന് എടുത്തിട്ട് പോകുന്നുണ്ട്, ഇടനിലക്കാർ വന്ന് എടുത്തിട്ട് പോകുന്നുണ്ട് ബൾക്കായിട്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. നമ്മൾ കാണാത്ത പല പുഷ്പങ്ങളും ഇവിടെ കാണാൻ കഴിയുന്നുള്ളതാണ് സത്യം. അമ്മ കാലയിൽ എത്ര മണിക്ക് വരുവേ? 6 മണിക്ക് വരും. എത്ര മണി വരെ ഇരിക്കും? കാലയിൽ 6 മണിക്ക് വന്ന് നൈറ്റ് 9 മണി വരെ ഇങ്ങനെ വേറെ பண்ணோம். இந்த பூவெல்லாம் இந்த மார்க்கெட்ல இருந்து எடுக்கிறேன். எடுத்து நீங்க கட்டுவீங்க? கட்டி லூஸ் ஆகி வைக்கணும்ல, சின்ன சின்ன பீஸ் ஆகி. அக்கா, நீங்க இந்த இது வியாபாரம் தான் செய்யறீங்களா? இது என்னது? வாழை நாறு, இது பூ கட்டுறதுக்கு இல்லை? எத்தனை வருஷம் ஆயிடும்? மாலை, பெரிய மாலை கட்டுறதுக்கு இல்லை? ஓகே. இந்த வில்லேஜ் சஃபாரி இந்த யூடியூப் சேனல், பாலக்காடு, கேரளா. ஆ, அப்போது இதே மட்டும்தான் இங்கே சேல் பண்ணுவோம் இல்லை? எத்தனை நாளைக்கு, எத்தனை வருஷம் ஆயிடுச்சு? 30 வருஷமாയിട്ട് இதே செய்யுது. ஓகே. இது எங்கே இருந்து வருது? தோட்டத்திலிருந்து வருது. இங்கே இருந்து பர்ச்சேஸ் பண்ணுறீங்களா? வீட்டை போட்டு வச்சுக்கோங்க. ஓகே. இந்த ஒரு கெட்டு என்ன விலை? இந்த ஒரு கெட்டு 100 ரூபா. ஓகே ஓகே ஓகே. இந்த மாலை கடைக்காரர் இது வாங்குவாங்களே? ஓகே ஓகே, தேங்க்ஸ். இது பூஜைக்கு தானே? பூஜைக்கு, சாமிக்கு, கல்யாண மாலைக்கு. மாலைக்கு கல்யாண மாலை. ஓகே ஓகே. எல்லாத்துக்கும் இங்கே ஹோல்சேலாக கொண்டு போவோம். இதெல்லாமே ஹோல்சேல் தான். ஓகே. இது என்ன ரேட்டு இருக்குது? இந்த இது ஒரு பீஸ் வந்து 20 ரூபா வருது. ഈ ഒരു പീസ് 20 രൂപ. തുളസി എங்கே இருந்து வருது? തുളസി வெளியில் சுற்றி எடுத்துட்டு வந்து வாங்கினா நம்ம அவங்க கொண்டு கொடுத்தா நம்ம வாங்கி
കാട്ടിൽ നിന്ന് വെട്ടിയിട്ട് കൊണ്ടുവരും. അതാണ് നിങ്ങൾ വ്യവസായം பண்ணல? ഇല്ല ഇല്ല, താനാ വളരണല്ലേ? ഓക്കെ ഓക്കെ. நம்ம இப்போ எல்லாமே காடு குறைய கிடக்கும். ஆ அது போய் 2 ஒரு காட்டுல ஒரு காடு போகும். ஓ, தொலைட்டு வந்து எந்த ஏரியா அது? கோயம்புத்தூர் தானே? கோயம்புத்தூர்ல எல்லாம் கிடைக்காது. பார்க்க போகணும், இல்லைன்னா மேற்கு போகணும், இல்லைன்னா இப்படி மேட்டுப்பாளையம் போகணும். ஊர்நூறுவா தான் போகணும். கோயம்புத்தூர்ல எதுவுமே இருக்காது. எத்தனை மணிக்கு நீங்கள் வருவாங்க? நாங்கள் காலையில் 6 மணிக்கு வந்துருக்கோம். கொண்டு வர்றது அவங்களும் 6 மணிக்கு கொண்டு வருவாங்க. நாங்கள் வாங்கி சாயங்காலம் 6 மணி வரைக்கும் உட்காந்து வியாபாரம் பண்ணுவோம். ஓகே ஓகே. அப்போ பொறிக்க போகிறது தோட்டத்து பொறிக்க போகிறவங்க போவாங்க. காலையில் 7 மணிக்கு போவாங்க, 8 மணிக்கு போவாங்க, போட்டுட்டு 10 മണിക്കും പോവാங்க. ഓക്കെ. കറുകപ്പുല്ലാണ് നമ്മുടെ നാട്ടിൽ. കറുകപ്പുല്ല് എന്ന് പറയുന്ന സാധനമാണ്. ഇത് ഇവിടെ അറുകമ്പുല്ല് എന്നാണ് പറയുന്നത്. കറുകപ്പുല്ല്. ഇത് മാലയ്ക്ക് തന്നെ? ഓ, വിനായകർ കോവിൽ അല്ലേ? ഓ, ഭക്ഷണം കഴിക്കുക? ഇത് കഴിക്കാനും പറ്റും? ഓക്കെ ഓക്കെ ഓക്കെ. ഇത് എങ്ങനെയുണ്ട് വെറുതെ ആർക്കണം? ഏതും വ്യവസായം ആണല്ലേ? ഇത് ഒരു കെട്ട് എന്നാ വില? 10 രൂപ ഒരു കെട്ട്. ഓക്കെ ഓക്കെ. കുറേ ഉണ്ട് കേട്ടോ ഇവിടെ ഫ്ലവേഴ്സും ഇതൊക്കെ. வெட்டி போட்டு ஆ முதல்ல கழுவிக்கிறது. நல்லா வெட்டி போட்டு மிக்சியில் போட்டு அடிச்சு வடிச்சிட்டு ചൂട് பண்ணி ജ്യൂസ് അടിച്ചു. അതായത് നമ്മളിത് പീസാക്കി മാറ്റിയിട്ട് മിക്സിയിലിട്ടിട്ട് നെല്ലിക്കയും ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് ജ്യൂസായി കുടിക്കാന്നൊക്കെ പറയുന്നത്. സംഭവം അടിപൊളിയാണ്. ഇത് മാവിൻ്റെ ഇലയാണ്. ഇത് 20 രൂപയാണ് ഒരു കെട്ടിന്. ഇതേ ഒരു ചെറിയ കെട്ടിന് നമ്മൾ 20 രൂപ കൊടുത്ത് വാങ്ങിയത് അമ്പലത്തേക്കാണ്. ഇത് വന്നിട്ട് നമ്മുടെ എന്താണ് മൈലാഞ്ചി. ഇതാണ് മൈലാഞ്ചി വന്നിട്ട് നമ്മൾ കയ്യിലിടുന്നത് തന്നെയാണ്. ഇത് അമ്പലത്തിൽ കോവിലിക്ക് അല്ലേ? അമ്പലത്തേക്ക് തന്നെയാണ്. ഇത് നമ്മളെ നാട്ടിൽ കറുകപ്പുല്ല് എന്നൊക്കെ പറയില്ലേ, ആ സാധനമാണ്. ഇത് ഒരു കെട്ടിന് ഇവിടെ വന്നിട്ട് 10 രൂപ. നമ്മൾ നേരത്തെ കാണിച്ചില്ലേ 10 രൂപ. ഇത് ജ്യൂസ് അടിച്ച് കഴിക്കാനും ഇവർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇത് കുറേ ഉണ്ട്. ഇത് ശിവനൊക്കെ പറ്റിയ സാധനമാണ്, ശിവൻ്റെ അമ്പലങ്ങൾക്കുള്ള. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഇവിടെ വെറൈറ്റി ആയിട്ടുണ്ട്. ഓക്കെ. ഇവരെനിക്ക് ഒരു ചായയൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. സത്യം പറഞ്ഞു വെച്ചാൽ ഞാൻ രാവിലെ ചായ കുടിച്ചതെന്നൊക്കെ പറഞ്ഞതാണ്. എങ്കിലും അവർ ഭയങ്കര സ്നേഹത്തോടെ നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വന്നാലേ എന്നുള്ള രീതിയിൽ വളരെ ആത്മാർത്ഥതയോടുകൂടി ചായ കുടിക്കണമെന്ന് നിർബന്ധിച്ചുകൊണ്ട് കുടിച്ചാണ്. പലപ്പോഴും നമ്മളെ ഒറ്റയ്ക്കുള്ള യാത്രകളിൽ ഇങ്ങനെ വീട് കിട്ടുന്ന കുറച്ച് നിമിഷങ്ങളായിരിക്കും ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത കുറേ നിമിഷങ്ങൾ. നമ്മളെ ഒരു മുൻധാരണയുമില്ലാതെ മുൻപരിചയമില്ലാതെ നമ്മളെ സ്നേഹിക്കുന്ന കുറേ ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ടാവും. പലപ്പോഴും നമ്മളത് കാണാറില്ല എന്ന് തന്നെ ഉള്ളൂ. പക്ഷേ എങ്കിലും ഇങ്ങനെ കുറേ അനുഭവങ്ങൾ ഓരോ യാത്രയിലും ലഭിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പൂമാർക്കറ്റിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കേരള അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ തന്നെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൂമാർക്കറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടുത്തെ കാഴ്ചകളാണ് നമ്മുടെ മുന്നിലെത്തിച്ചത്. രാവിലെ 4 മണി മുതൽ തുടങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം 7 മണിയായി. അപ്പോൾ ഇനി ഇത് 10-10:30 വരെ ആവും. ഇതെല്ലാം എല്ലാ പൂക്കളും ഒന്ന് അറേഞ്ച് ചെയ്യാൻ. അതിനുശേഷമായിരിക്കും ഇത് ശരിക്കും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് നാളേക്കുള്ള ബിസിനസ്സാണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇന്നേക്കുള്ള ബിസിനസ്സില്ല. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചയും നമുക്കിവിടെ കാണിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.